നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സബ്ഡ്യൂറൽ ഹെമറ്റോമയെക്കുറിച്ചാണ്. തലച്ചോറിന് ചുറ്റും തലയോട്ടിക്ക് ഇടയിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് സബ്ഡ്യൂറൽ ഹെമറ്റോമ. തലച്ചോറിന് ചുറ്റും ഉള്ള ആവരണങ്ങളെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഡ്യൂറ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയ മാറ്റർ, ഇങ്ങനെ 3 തരത്തിലാണ് ഈ ആവരണങ്ങൾ. അതിൽ ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള ആവരണമായ ഡ്യൂറ മാറ്ററിൻ്റെ താഴെ രക്തം കെട്ടിക്കിടക്കുമ്പോഴാണ് നമ്മൾ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്നത്. തലയിടിച്ച് അപകടമുണ്ടാകുന്ന രോഗികളിലാണ് ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ ഉണ്ടാകാറുള്ളത്. ഉണ്ടായതിൻ്റെ സമയപരിധിയെ ആശ്രയിച്ച് ഇതിനെ അക്യൂട്ട്, സബ് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് എന്ന് തിരിക്കാറുണ്ട്. ഉണ്ടായി ആദ്യത്തെ 3 ദിവസത്തിനുള്ളിൽ കാണപ്പെടുന്ന ബ്ലീഡിങ്ങിനെ അക്യൂട്ട് എന്നും 3 ആഴ്ച വരെയുള്ളതിനെ സബ് അക്യൂട്ട് എന്നും തുടങ്ങി 3 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്ങിനെ ക്രോണിക് എന്നും നമ്മൾ വിളിക്കും. ആരിലാണ് ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ കൂടുതലായി കാണാറുള്ളത്? പ്രായമുള്ള ആൾക്കാരിൽ തലച്ചോറ് ശോഷിക്കുമ്പോൾ ഈ തലയുടെ ചുറ്റുമുള്ള വെയിനുകൾ കുറച്ച് വലിയും, സ്ഥലം കൂടുതലാണ്. 2, തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കുള്ള സ്ഥലം കൂടുമ്പോൾ തലയ്ക്ക് അപകടമൊക്കെ പറ്റുമ്പോൾ തലച്ചോറ് ഉള്ളിൽ നീങ്ങാനുള്ള സാധ്യത കൂടും. അപ്പോൾ പ്രായമുള്ള ആൾക്കാരിൽ, തലയ്ക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ മദ്യപാനികൾ, എന്തെങ്കിലും രോഗകാരണത്താൽ ബാലൻസിനൊക്കെ പ്രശ്നമുള്ളവർ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ തലച്ചോറിന് ചുറ്റുമുള്ള സബ്ഡ്യൂറൽ ഹെമറ്റോമ ഉണ്ടാകാൻ അപകട സാധ്യത കൂടുതലുള്ളവരാണ്. എന്തൊക്കെയാണ് സബ്ഡ്യൂറൽ ഹെമറ്റോമയുടെ രോഗലക്ഷണങ്ങൾ? രോഗിയുടെ സ്വബോധം ബാധിക്കപ്പെടുക, തലയ്ക്ക് ചിലപ്പോഴൊക്കെ വേദന ഉണ്ടാവുക, കാഴ്ചയ്ക്ക് മങ്ങൽ, നടക്കുമ്പോൾ വേച്ചു പോവുക, ഇതൊക്കെയാണ് പലപ്പോഴും സബ്ഡ്യൂറൽ ഹെമറ്റോമയുടെ രോഗലക്ഷണങ്ങൾ. കുറേ കാലമായിട്ടുള്ള ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമയാണെങ്കിൽ പലപ്പോഴും ചെറിയ ഓർമ്മപ്പിശക്, പരസ്പരബന്ധമില്ലാത്ത സംസാരം, നടക്കുമ്പോൾ ചെറിയൊരു ബാലൻസിന് ബുദ്ധിമുട്ട് എന്നൊക്കെ ആയിരിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ. ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ എങ്ങനെയാണ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുക? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് തലയുടെ ഒരു CT സ്കാനാണ്. തലയിടിച്ച് അപകടം വരുന്ന രോഗികൾക്കൊക്കെ തുടക്കത്തിൽ തന്നെ പലപ്പോഴും CT സ്കാൻ നടക്കാറുണ്ട്. അത് തുടക്കത്തിലുള്ള ബ്ലീഡിങ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോഴൊക്കെ തലയിടിച്ച് അപകടമുണ്ടായി ആദ്യത്തെ CT സ്കാൻ ചെയ്യുന്നതിൽ ബ്ലഡ് കാണണം എന്നില്ല. കാര്യം തലയോട്ടിക്ക് ഡ്യൂറ മാറ്ററിൻ്റെ അവിടെയുള്ള ബ്രിഡ്ജിങ് വെയിൻസ് എന്ന് പറയുന്ന വെയിനുകളുടെ അപകടം കൊണ്ടുണ്ടാകുന്ന പൊട്ടലാണ് ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമയുടെ കാരണം. അതുകൊണ്ട് തന്നെ പതിയെ ബ്ലഡ് ലീക്ക് ചെയ്ത് പുറമേ ഒരു നല്ല ഹെമറ്റോമ ഉണ്ടാകുന്നത് 2-3 ദിവസം കഴിഞ്ഞാകാം. അതുകൊണ്ടാണ് അപകടത്തിന് ശേഷം ഉടനെ ചെയ്യുന്ന സ്കാനിൻ്റെ അകത്ത് ബ്ലീഡിംഗ് ഇല്ല, പക്ഷേ 2 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ബ്ലീഡിംഗ് കാണപ്പെട്ടു എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. സബ്ഡ്യൂറൽ ഹെമറ്റോമയുടെ ചികിത്സ എങ്ങനെയാണ്? സബ്ഡ്യൂറൽ ഹെമറ്റോമ വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വിശ്രമം കൊണ്ടും തല അനങ്ങാതെ ശ്രദ്ധിക്കുന്നതുകൊണ്ടുമൊക്കെ മാറിപ്പോയേക്കാം. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ അത് ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ് പോലെയുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സോ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആൻറ്റികൊയാഗുലേഷനോ ആയിക്കോട്ടെ, അവ നിർത്തിവെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു സബ്ഡ്യൂറൽ ഹെമറ്റോമയുള്ള ഒരു രോഗി കുറച്ച് സമയത്തേക്ക്, ഒരു മാസം സമയത്തേക്കൊക്കെ ജീവിത രീതിയിൽ കുറച്ച് മാറ്റം വരുത്തുകയും യാത്രകളൊക്കെ ഒഴിവാക്കുകയും തലയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. വളരെ സൈസ് കൂടിയ ഒരു സബ്ഡ്യൂറൽ ഹെമറ്റോമയാണ് എങ്കിൽ നമുക്കത് നിരീക്ഷിച്ച് ഇരിക്കാൻ പറ്റുകയില്ല. അടിയന്തിരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നേക്കാം. സർജറി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയി ചെയ്യുക ബർഹോൾ ഇവാക്വേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു തുള തലയോട്ടിയിലിടുകയും ഈ ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നത് എടുത്തു കളയുകയും ചെയ്യും. പിന്നെ
ക്രേനിയോട്ടമി ആൻഡ് ഇവാക്വേഷൻ എന്നുവെച്ചാൽ ഒരു കോയിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ തലയോട്ടിയുടെ ഒരു പീസ് എടുത്ത് മാറ്റുകയും ഈ ബ്ലഡ് എടുത്തു കളയുകയും ചെയ്യുക. സബ്ഡ്യൂറൽ ഹെമറ്റോമ നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞാലും അത് വീണ്ടും റീഅക്യൂമുലേറ്റ് ചെയ്യാനായിട്ടുള്ള അപകട സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ ഒന്നിൽ കൂടുതൽ തവണ സർജറി വേണ്ടി വന്നേക്കാം. പ്രായമുള്ള ആൾക്കാർ എപ്പോഴും പ്രത്യേകിച്ച് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ വീഴ്ചകൾ ഉണ്ടാവുന്നത്, തല ഇടിക്കുന്നത്, ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സബ്ഡ്യൂറൽ ഹെമറ്റോമ വളരെ കോമൺ ആണ്. പിന്നെ ചികിത്സിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% കംപ്ലീറ്റായി റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് 99% സാഹചര്യങ്ങളിലും സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ കാണാറുള്ളത്. നന്ദി.